ഹലോ എല്ലാരും വാ, എന്റെ കൂടെ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ സെലിബ്രേഷൻ നടക്കുന്നത് റോസി ആന്റിയുടെ വീട്ടിലാണേ. എല്ലാരും റെഡ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഹേയ്, എനി സിംഗിൾസ് ഹിയർ? എന്തിനാ ഞങ്ങൾ ഈ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കണ്ടാവും അല്ലേ? ലവേഴ്സിന് മാത്രല്ലടാ, ഇഷ്ടമുള്ളവരുടെ കൂടെയൊക്കെ നമുക്ക് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് വാലന്റൈൻസ് ഡേ ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലവ്. എവിടെയൊക്കെ സ്നേഹമുണ്ടോ അവരുടെ കൂടെയൊക്കെ നമുക്ക് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അത് February 14th തന്നെ ആവണമെന്നില്ല, എപ്പോ വേണേലും നമുക്ക് ആഘോഷിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് റോസി ആന്റി നല്ലൊരു വാലന്റൈൻസ് ഡേയുടെ ഇൻട്രൊഡക്ഷനും നമ്മുടെ സെയിന്റ് വാലന്റൈൻ്റെ ഒരു നല്ലൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് നമ്മളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഗെയിമിലേക്ക് കടന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗെയിം വന്നിട്ട് നമ്മളൊരു ഹാർട്ട് പിക്ക് ചെയ്യും. ആ ഹാർട്ട്സിന്റെ ഉള്ളിലൊക്കെ ഓരോ പേര് എഴുതിയിട്ടുണ്ടാവും, ഇന്ന് വന്നവരുടെയൊക്കെ പേര്. അപ്പൊ നമ്മൾ പിക്ക് ചെയ്യുന്ന ഹാർട്ടിൽ ആരുടെ പേരാണുള്ളത് അവരോട് നമുക്ക് ഇഷ്ടമുള്ള 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഗെയിം ജസ്റ്റ് ഒരു ഐസ് ബ്രേക്കിംഗ് ആണേ. അങ്ങനെ എല്ലാവരും നല്ല പൊട്ടിച്ചിരിച്ച് ആഘോഷിച്ച് ആ ഒരു ഗെയിം കളിച്ച് നല്ല ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മളുടെ അടുത്ത ഗെയിം ട്രഷർ ഹണ്ട് ആയിരുന്നു. കണ്ടോ, ട്രഷർ ഹണ്ടിന് ഇതേ സമ്മാനമൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടേ. പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ഓട്ടത്തിലായിരുന്നല്ലോ. അങ്ങനെ ട്രഷർ ഹണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചെമ്മണ്ണൂർ ഗോൾസിന്ന് 2 സ്റ്റാഫ്സ് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ അവരുടെ ജ്വല്ലറിയിലേക്ക് ഒരു ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മുടെ തേർഡ് ഗെയിം വന്നിട്ട് ഇതായിരുന്നു. കണ്ടില്ലേ, ഇതേപോലെ ബോൾ ഇടയിൽ വെച്ച് വന്ന് ഈ കൊട്ടയിലേക്ക് വന്നിട്ട് മുട്ടയിടാം. ഒരു പെൻഗ്വിൻ മുട്ട കൊണ്ടുവന്നിട്ട് ഇടണ പോലെ നല്ല ഫണ്ണി ഗെയിം ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഗെയിം കഴിഞ്ഞപ്പം കുറച്ച് വാക്ക് തർക്കം ഉണ്ടായിരുന്നു. അതായത് ജയിച്ച ടീമിൽ ആള് കുറവായിരുന്നു. എന്നാലും എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു, ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ ഫുഡിങ് സെക്ഷനിലേക്ക് കടന്നു. ഫുഡ് നമ്മളെല്ലാവരും ഓരോരോ ഐറ്റംസ് ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതുപോലെ പഴംപൊരി, വാട്ടർമെലൻ, ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ കേക്ക്, പരിപ്പുവട, ബിസ്ക്കറ്റ്, മിഠായി, തേനിലവ്, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജോൺ അങ്കിളും റോസിയാനും കൂടെ കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ വാലന്റൈൻസ് ഡേക്ക് ഇപ്പൊ ഏത് പാട്ടാ പാടാ അതറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടി കേക്കൊക്കെ മുറിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്തു. അടിപൊളിയായിരുന്നു പ്ലേറ്റ് ആണ്, കണ്ടില്ലേ? വാവ്, റോസ്വിനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ഓരോരോ കഥകളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ ഫുഡൊക്കെ ഒന്ന് കഴിച്ചു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ എന്റെ വാലന്റൈൻസ് ആണേ. നിങ്ങളുടെ വാലന്റൈൻ ആരാന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ലാസ്റ്റ് ഗെയിമിലേക്ക് കടന്നു. ലാസ്റ്റ് ഗെയിം ബിങ്കോ ആയിരുന്നു, പൈസ വെച്ചിട്ടുള്ള കളിയായിരുന്നേ. ഈ ഗെയിം അടിപൊളിയായിരുന്നേ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കളിക്കണ പോലെ തന്നെ. പക്ഷെ പൈസ ഉണ്ടെന്നുള്ളൂ. അങ്ങനെ എനിക്കും കിട്ടിയ പൈസ. ബിന്ദു ആന്റിയാണ് നമ്മളുടെ ബിങ്കോന്റെ വിന്നർ. പിന്നെ ഗെയിം കഴിഞ്ഞ ഗെയിമിൽ പ്രൈസ് കിട്ടിയ എല്ലാവരും, പിന്നെ നമ്മളുടെ ഗെയിം ഓർഗനൈസർ റോസി ആന്റിയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് എല്ലാവരും തറ്റപ്പ സിയു പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പോ എല്ലാവരെയും സ്നേഹിക്കുക. ആൻഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ.